നാഴികയ്ക്ക് 40 വട്ടം പ്രബുദ്ധതയുള്ള ജനമെന്നും പ്രബുദ്ധ കേരളമെന്നുമൊക്കെ വാഴ്ത്തിപ്പാടുന്ന സമൂഹത്തിന് എന്തൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യർക്ക് എങ്ങനെയാണ് ഇത്രത്തോളമൊക്കെ തരം താഴുവാൻ കഴിയുക? ഒരു വാർത്തയുടെ അറ്റമോ മുറിയോ ലഭിച്ചാൽ ഈ പ്രബുദ്ധ സമൂഹമെന്ന് അഭിമാനിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ മെനഞ്ഞ് അഭിമാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ തള്ളിയിടുവാൻ കഴിയുക? കല്യാണം കഴിക്കുവാൻ മുട്ടിനിന്ന ഒരുത്തൻ ഇറ്റലിയിൽ നിന്നും കേരളത്തിലേക്ക് പറന്നിറങ്ങുന്നു. ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ തന്നെ യുവതിയെ തന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു, യുവതിയെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കേരളത്തിൽ നിന്നും ഇറ്റലിയിലേക്ക് യാത്ര തിരിക്കുന്നു. ഇതൊന്നും സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രംഗങ്ങളാണ്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ വാർത്ത അങ്ങ് പ്രചരിക്കുകയാണ്. പ്രചരിച്ച വാർത്തയുടെ പ്രത്യേകത, പെണ്ണു വീട്ടുകാർ ഇറ്റലിക്കാരനായ പാവം പയ്യനെ കബളിപ്പിച്ചു. പെണ്ണ് ട്രാൻസ്ജെൻഡർ ആയിരുന്നു. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ആ പയ്യന്റെ ജീവിതം കളയുവാൻ വേണ്ടി ഈ മഹാപാപം അവർ ചെയ്തത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രബുദ്ധതയുള്ള മലയാളികളിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ട്രോളുകളും പരിഹാസങ്ങളും നിന്ദ്യമായ വാക്കുകളുമായി പെൺകുട്ടിയെയും തന്റെ വീട്ടുകാരെയും അപമാനിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷം നടത്തി. ചുരുക്കത്തിൽ കാള പെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ ആൾക്കാർ കയറെടുത്തു. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ വസ്തുതകൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ലായിരുന്നു. മാന്യതയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, വിദേശത്ത് നല്ല ജോലിയോടുകൂടി നല്ല ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇറ്റലിയിൽ ജീവിച്ചു വരുന്ന ഈ മലയാളിയായ ചെറുപ്പക്കാരൻ സമൂഹ മാധ്യമത്തിൽ കൂടിയാണ് ഈ പെൺകൊച്ചിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. ഒടുവിൽ അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു, നാട്ടിൽ വരുന്നു, നാട്ടിൽ വന്ന് പരസ്പരം കാണുന്നു, വേണ്ടപ്പെട്ട ആൾക്കാർ ചേർന്ന് വിവാഹ നിശ്ചയം നടത്തുന്നു. ഒടുവിൽ വിവാഹം പള്ളിയിൽ വെച്ച് ഒരു തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞു ഒരൊറ്റ രാത്രി പിന്നിട്ടപ്പോൾ തന്നെ അയാൾ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് മുങ്ങുകയാണ്. തുടർന്ന് പ്രചരിച്ച വാർത്തകളൊക്കെ അതിക്രൂരമായിരുന്നു. പെൺകുട്ടി ആണുമല്ല പെണ്ണുമല്ല, ശിഖണ്ഡിയാണ്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നുള്ള വാർത്ത നാട് മുഴുവനും പ്രചരിച്ചു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വാർത്ത, ഈ ചെറുപ്പക്കാരൻ ഒരു കൊടും ക്രിമിനലായിരുന്നു. അയാൾ ആ പെൺകുട്ടിയെയും ആ കുടുംബത്തെയും ക്രൂരമായി ചതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് പരിഹാസവും നിന്നാവാക്കുകളും ചൊരിഞ്ഞ ആ പെൺകുട്ടിയെയും അതിന്റെ കുടുംബത്തെയും 24 മണിക്കൂർ കൊണ്ട് അപമാനിച്ച് അവരെ നശിപ്പിച്ചില്ലാതാക്കുവാൻ ക്രൂര വിനോദങ്ങളുമായി ഇറങ്ങിത്തിരിച്ച കമന്റ് എഴുത്തുകാരും ട്രോൾ നിർമ്മാതാക്കളും ഇനി എന്ത് ചെയ്യും? ഈ തോന്നിവാസത്തിനൊക്കെ ആര് മറുപടി പറയും? ഒരു കാര്യം കേട്ടാൽ അത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ അതിനെക്കുറിച്ച് നെടുനീളം കമന്റുകൾ എഴുതി പിടിപ്പിക്കുന്ന ആൾക്കാർക്ക് ഈ സംഭവത്തിന് ശേഷമെങ്കിലും ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാനുള്ള വകതിരിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സംഗതി ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യം, ആൾക്കാരൊക്കെ അഭിപ്രായം പറഞ്ഞെങ്കിലും ഈ പെൺകുട്ടി ആരാണ് എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ, അതിന്റെ മുഖമൊന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും ബേജാറാകുന്നത്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതാരും അറിയാതെ രഹസ്യമായി നടന്നൊരു വിവാഹമല്ല. കേരളത്തിലെ അറിയപ്പെടുന്നൊരു സഭയുടെ പരമാധ്യക്ഷരിൽ ഒരാളായ ഒരു തിരുമേനിയാൽ ആശീർവദിക്കപ്പെട്ടൊരു വിവാഹമാണ്. ഈ വിവാഹത്തിന് എന്തായാലും ആ നാട്ടിലുള്ള ഒരു വലിയ കൂട്ടം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഈ പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെയും നന്നായിട്ട് അറിയാവുന്നതാണ്. ആ ജനങ്ങളുടെ മുൻപിലല്ലേ ട്രാൻസ്ജെൻഡർ എന്ന കൊടിയ അപമാനകരമായ ഒരു പദം ചാപ്പ കുത്തുന്നത് പോലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടിയെയും അവരുടെ കുടുംബത്തെയും സമൂഹത്തിന്റെ മുമ്പിൽ അപമാനകരമാമിതം അധിക്ഷേപിച്ചു കളഞ്ഞില്ലേ? ഈ തോന്നിയാസത്തിന് എന്ത് പ്രായച്ചിത്തമാണ് ഈ ആൾക്കാർക്ക് ഇനി ചെയ്യുവാൻ കഴിയുക? ഇറ്റലിയിൽ നിന്നും ഇപ്പോൾ പെണ്ണ് കെട്ടുവാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന ഈ ചെറുപ്പക്കാരനെ കേരള ജനത അങ്ങനെ മറന്നിട്ടുണ്ടാകുവാൻ സാധ്യതയില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി കോവിഡ് പരത്തിയത് ഈ കുടുംബമായിരുന്നു. ഇറ്റലിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തി കോവിഡ് ബാധിതരായ ഇവർ ഇതൊന്നും അറിയാതെ പല സ്ഥലങ്ങളിൽ പോയി ധാരാളം ആൾക്കാർക്ക് ഈ രോഗം പകർന്നു നൽകി എന്നുള്ള വാർത്തയും അതിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ കേട്ടതാണ്. അതേ വീട്ടിലെ പയ്യനാണ് ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്ന് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കല്യാണം കഴിക്കുന്നു, ആദ്യ രാത്രിയിൽ തന്നെ അയാൾ അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. അതിന്റെ പിൻപിലുള്ള കാരണം ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അയാൾ പറയുന്ന വോയിസ് ക്ലിപ്പാണ് നമുക്ക് ആദ്യം കേൾക്കേണ്ടത്. ഹലോ ചേച്ചി, ചേച്ചി ഞാനാണെങ്കിൽ അല്പേ കൊണ്ടുവിട്ടായിരുന്നു. എന്ന് വെച്ചാല് ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച്, ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും പോലും ഒന്നുമല്ല. എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പൊ എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്ക് അറിയാം. എൻഗേജിന് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് 2 ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന ചേച്ചിക്ക്. എന്ന് വെച്ചാല് അവൾക്ക് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുടെ, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ
നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം. ഇറ്റലിയിലേക്ക് മുങ്ങിയ ആ ചെറുപ്പക്കാരന്റെ വോയിസ് ക്ലിപ്പാണ്. ഇതാണ് യഥാർത്ഥ വസ്തുത. എന്നാൽ ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള കടുത്ത അപവാദ കഥ അത് ആരുണ്ടാക്കിയതാണ്, ആരുടെ തലയിൽ ഉരുത്തിരിഞ്ഞതാണ്? തീർച്ചയായിട്ടും ഇതിന്റെ ഉറവിടം പുറത്തു വന്നേ മതിയാവൂ. മാന്യമായ രീതിയിൽ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഒരു തിരുമേനി മുഖാന്തരം വിവാഹവും നടത്തപ്പെട്ടൊടുവിൽ ആദ്യ രാത്രിയിൽ തന്നെ ആ പെൺകുട്ടി തന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് നാടുവിട്ടുപോയ ഈ ചെറുപ്പക്കാരനെതിരെ നടപടിയെടുക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി അപമാനിക്കുകയും ആ കുടുംബത്തിന്റെ അന്തസ്സിനെ ഇല്ലാതെയാക്കി കളയുകയും ചെയ്ത ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ച വ്യക്തികൾ നിയമത്തിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഈ പെൺകുട്ടിയെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ച രണ്ടാൾക്കാരുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ആന്റി, ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് 3-4 ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഇത്തരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണം. ഈ ചെറുക്കൻ പണ്ട് ഇറ്റലിയിലുള്ളതാ. അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന ചെറുക്കനാ. അത് ഇവന്റെ ഫാമിലി ആയിരുന്നു. ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന്. അവന്റെ കല്യാണമായിരുന്നു 3-4 ദിവസം മുമ്പ്. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തരപ്പള്ളി വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സിനിമനെയൊക്കെ അന്വേഷിച്ച് അറേഞ്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. അവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നോണ്ട് അവന് പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3-4 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഞാനിത് അറിഞ്ഞായിരുന്നടാ. ഞാനിത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട്. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കന്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചോടങ്ങാണ്ട് വെച്ചെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ട് ഒരു 5 പോയിന്റ് മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂടരൊക്കെ. പക്ഷെ അന്ന് തന്നെ അവൻ ആ സാധനം മേടിച്ച് അവിടെന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോ രാത്രി 1 മണി അങ്ങാണ്ടാകാറായി. 12-1 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നറിയാമോ? ഒരു പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ആളിനെയാ കാണുന്നത്. അറിയോ? അയ്യോ, അവൻ ആ പാടെ വിഷമിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിക്കാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു മാല എന്തിയെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അതെന്തിനാ മാല? അത് ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കണ്ട, മാല ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാല അവൻ മേടിച്ചു. 5 പവന്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ. അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാ വിരുന്നെന്ന് പറഞ്ഞുകൊണ്ടേ പിറ്റേ ദിവസം രാവിലെ ഇവളെ കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടും ഒക്കെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവര് ഈ ജീവി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിരുത്തി കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. അവൻ UK പോയി. ഇറ്റലിക്ക് അങ്ങാണ്ട് തിരിച്ചു പോയി. അറിയോ? അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ അവന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാ അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചു. അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാ. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവര് ഫേസ്ബുക്കിൽ കണ്ട് ആലോചന അങ്ങാണ്ട് വന്ന. പക്ഷെ ഇവര് ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം. ഇവിടെ ട്രാൻസ്ജെൻഡർ ആയിരുന്നു ഈ പെൺകുട്ടി എന്നുള്ള വിവരം ഇവരാണ് പുറത്തുവിടുന്നത്. ആരാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ? പക്ഷേ ഇവരുടെ സംസാരത്തിൽ കൂടി മറ്റെവിടെ നിന്നോ അവർക്ക് ഈ വാർത്ത ലഭിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഈ ന്യൂസ് ലഭിച്ചത്? ഇതിനുള്ളിൽ 3-മതൊരാൾ കൂടി വരുന്നുണ്ട്. ആ വ്യക്തി ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് കണ്ടുമുട്ടിയ അമ്മാച്ചനാണ്. അമ്മാച്ചൻ നൽകിയ വിവരമാണ് ഈ സ്ത്രീയും പുരുഷനും കൂടി ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മാച്ചനെ പൊക്കിയേ പറ്റൂ. അമ്മാച്ചനോട് ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ആദ്യം ഇങ്ങനെയൊക്കെ ആവാം പറഞ്ഞത്. എന്നാൽ സംഗതി വിവാദമായപ്പോൾ സത്യാവസ്ഥ അയാൾ മറ്റൊരാളോട് തുറന്നു പറയുവാൻ തയ്യാറായി. ആ തുറന്നു പറച്ചിലിന്റെ ശബ്ദരേഖയാണ് മുൻപ് നമ്മൾ കേട്ടത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചെറുപ്പക്കാരൻ സമൂഹ മാധ്യമത്തിൽ കൂടി കണ്ടുമുട്ടിയ ഈ പെൺകുട്ടിയുമായി നിരന്തരം സംസാരിക്കുകയും ഒടുവിൽ അവർ തമ്മിൽ ഇഷ്ടപ്പെടുകയും തുടർന്ന് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം ഓടി ഇങ്ങോട്ട് വന്ന് വിവാഹം കഴിച്ചതല്ല. ഇതിനിടയിൽ അയാൾ ആ പെൺകുട്ടിയെ നേരിൽ കണ്ടു.
അതിനുശേഷമാണ് വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തത് എന്ന് ഈ ശബ്ദരേഖകൾ കൂടിയൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. തുടർന്ന് മാന്യമായ രീതിയിൽ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം ആദ്യ രാത്രിയിൽ മാനസിക വൈകല്യമുള്ള ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതാണ്. സത്യത്തിൽ ആ പെൺകൊച്ച് ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള വൈകൃതങ്ങളൊക്കെ കണ്ടിട്ട്. കാരണം മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ബ്ലൂ ഫിലിമും കണ്ട് അസാൻമാർഗിക രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഇയാൾ പോൺ സൈറ്റുകളിലൊക്കെ കണ്ട് ശീലിച്ച കാര്യങ്ങൾ ആദ്യ രാത്രിയിൽ തന്നെ ആ പെൺകുട്ടിയുടെ മുമ്പിൽ പുറത്തെടുത്തിട്ടുണ്ടാവും. ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാളാണെന്നും ഇയാൾക്ക് കടുത്ത മാനസിക വൈകല്യങ്ങൾ ഉണ്ട് എന്നും ഇയാൾ ആള് ശരിയല്ല എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിവാഹം നടന്ന ആദ്യ രാത്രിയിൽ തന്നെ ഇരകാത്ത് കിടന്ന സിംഹത്തെ പോലെ ആ പെൺകുട്ടിയുടെ മേൽ ചാടി വീണ ഈ വൃത്തികെട്ട മനുഷ്യന്റെ മുൻപിൽ അവൾ പകച്ചു പോയിട്ടുണ്ടാവും. അവൾ നിലവിളിച്ചിട്ടുണ്ടാവും. ഇയാളുടെ ഭ്രാന്തമായ ഇംഗിതങ്ങൾക്ക് ഒരുപക്ഷെ അവർ വഴങ്ങിയിട്ടുണ്ടാവില്ല. അതായിരിക്കും അയാളെ ചൂടുപിടിപ്പിച്ച പ്രധാന കാര്യം. എന്തായാലും രാവിലെ തന്നെ വിരുന്നിന് പോകണമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെയും ഒരുക്കിക്കൊണ്ട് അയാൾ നേരെ കടുത്തുരുത്തിയിൽ പോയി തന്റെ വീട്ടിൽ ആ പെൺകുട്ടിയെ ആക്കിയിട്ട് ഇറ്റലിയിലേക്ക് ഫ്ലൈറ്റ് കയറുകയായിരുന്നു. ഇറ്റലിയിലേക്ക് ഫ്ലൈറ്റ് കയറി പോകണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചാൽ ഉടൻ തന്നെ എങ്ങനെയാണ് ഫ്ലൈറ്റ് കയറി പോകുവാൻ കഴിയുക? ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണ്ടേ? ഇനിയിപ്പോൾ രാത്രിയിൽ അയാൾ പോകുവാൻ തീരുമാനിച്ചാൽ തന്നെ ഈ പാതിരാത്രിയിൽ ഉടൻ തന്നെ എമർജൻസി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഒരാളിന് പോകുവാൻ പറ്റുമോ? അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് പലയിടത്തു നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്ന കാര്യമായിരുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അയാൾ എപ്പോഴാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്? എങ്ങനെയാണ് അയാൾ പോകുവാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്? അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇയാൾ വെറുമൊരു സൈക്കോ എന്നൊന്നും പറഞ്ഞ് അയാളെ ഒഴിവാക്കുവാൻ കഴിയില്ല. കൊടും ക്രിമിനൽ മൈൻഡുള്ള ഒരാഭാസനാണ് അയാൾ. അതുകൊണ്ട് എത്രയും വേഗം ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി അധികാരികൾ ഇടപെടുകയും ലോകത്തിന്റെ ഏത് കോണിൽ അവൻ പോയി ഒളിച്ചാലും അവിടെ നിന്ന് അവനെ കയ്യാമം വെച്ച് പുറത്തു കൊണ്ടുവന്ന് കൽത്തുറുങ്കിലടക്കുകയും ചെയ്യണം. ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചെറുക്കൻ മാത്രമല്ല, ചെറുക്കന്റെ വീട്ടുകാരും കൂടി ചേർന്നിട്ടാണ് ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള കഥ പ്രചരിപ്പിച്ചത് എന്നറിയുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിൻപിൽ കളിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. മാത്രവുമല്ല 24 മണിക്കൂർ കൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഇത്രയധികം അവഹേളിക്കപ്പെട്ട, തലകുനിക്കപ്പെടേണ്ടി വന്ന ആ പെൺകുട്ടിക്കും കുടുംബത്തിനും അർഹമായ നഷ്ടപരിഹാരവും ലഭിക്കണം. ക്രൂരമായ അപമാനം സമൂഹ മാധ്യമങ്ങൾ കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ആ പെൺകുട്ടി ജീവൻ അവസാനിപ്പിക്കാൻ ചിന്തിക്കാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമേ കരുതുവാൻ കഴിയുകയുള്ളൂ. ഇത്രയും കാലം താൻ ജനിച്ചു വളർന്ന തന്റെ ചുറ്റുപാടുകളിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും എല്ലാവരുടെയും മുൻപിൽ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഒരു പെണ്ണല്ല ആണാണ് എന്നുള്ള വാർത്ത പ്രചരിക്കുകയും സമൂഹം തന്നെക്കുറിച്ച് അടക്കം പറയുകയും പരിഹാസത്തോടെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അമ്പരപ്പോടും അവിശ്വസനീയതയോടും കൂടി നോക്കി നിന്ന ആ പെൺകുട്ടി അതിനെയൊക്കെ എങ്ങനെയായിരിക്കും തരണം ചെയ്തിട്ടുണ്ടാവുക? അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ നിയമ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും തെറ്റ് ചെയ്തവർക്കെതിരെ ഉചിതമായ ശിക്ഷ നൽകുകയും ചെയ്യണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.